ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ബീഫ് ഇട്ടിട്ടൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ? വാ നോക്കാം. ഞാനിവിടെ ബീഫിനെ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ വലിയ 2 സവാള, പച്ചമുളക്, മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്, പുതിന, ചെറുനാരങ്ങ നീര്, തക്കാളി, ചെറിയുള്ളി ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഇത് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ വെരി. അപ്പോൾ നമുക്ക് തയ്യാറാക്കിയാലോ? അതിന് നമ്മൾ മലബാർ റൈസാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം കുതിരാൻ വേണ്ടി ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ വാ തയ്യാറാക്കാം. നമ്മളൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സ്പൈസസ് കൊടുക്കാം. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് മാറി നിൽക്കണം, കാരണം അത് പൊട്ടിച്ചെരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. നമ്മളിവിടെ കായ്ച്ചാറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കായ്ച്ചാർ ഇവിടെ റെഡിയാണ്. നമ്മുടെ ഈ മീനിട്ടുണ്ട്. അതിൽ കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് പൊതിന ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി വഴണ്ടി വരട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചെറിയുള്ളി ചതച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചത് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമണം പോകുന്നത് ഇറക്കി കൊടുക്കാം. ഇത് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലൊക്കെ പൊടികൾ ചേർത്ത് കൊടുക്കാം. എല്ലാ പൊടികൾ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ഇട്ട് നന്നായി പച്ചമുളക് മാറി നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളി കൊടുക്കാം. അപ്പോൾ തക്കാളി ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരട്ടെ. നമ്മളിട്ട് തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് വേവിച്ച് ബീഫ് ഇടും. വളരെ നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട് ബീഫ് ഇട്ടിട്ട്. ഇത് നമുക്കൊന്ന് മസാല പിടിച്ചിട്ട് ഒന്ന് അടിച്ചിട്ട് നമുക്കിതിൻ്റെ മുഴുവൻ തുറന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ചെറിയ തീയിലാണ് വെച്ചത്, സിമ്മിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം. വെള്ളത്തിൻ്റെ അളവ് പറയുന്നത് 1 കപ്പായിരിക്കും 1.5 കപ്പ് വെള്ളം എന്നാണ് അളവ് കേട്ടോ. ഞാനിപ്പോൾ 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വെള്ളം നന്നായി ഇളക്കി കൊടുക്കാം.
ഇതൊന്ന് നന്നായി തിളച്ചേർത്തെ. ഈ സമയത്തിൽ ഉപ്പെല്ലാം നോക്കണം. ഉപ്പെല്ലാം നോക്കി നമുക്ക് ചെറുനാരങ്ങ തേങ്ങ ചോറിലേക്ക് വയ്ക്കാം. തിളക്കാൻ നമുക്ക് തുറന്നു നോക്കാം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിനി അരി ഇട്ട് കൊടുക്കാം. നന്നായി തിളക്കും. അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് തുറന്ന് നോക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കാം. ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് സ്റ്റൗ സിമ്മാക്കി വെച്ചു. ഒന്നും കൂടെ തുറന്ന് നോക്കാം. വെള്ളമെല്ലാം വറ്റി സെറ്റായിട്ടുണ്ട്. ഇല്ല, നമുക്കിനി ഇതിനെ ഒന്ന് ദമ്മിട്ട് കൊടുക്കാം. ദമ്മിട്ട് കൊടുക്കാൻ നമ്മളിത് ഗ്യാസിൽ ചെയ്തുകൊണ്ട് നമുക്കിതിൽ കനലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ പഴയ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതിനെ കയറ്റി വയ്ക്കാം. നമ്മളിപ്പോൾ പാനിൻ്റെ മേലെ ബിരിയാണി വെച്ചിട്ട് അതിൻ്റെ മേലെ ഞാനിപ്പോൾ കറി വെച്ച ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. നല്ല ചൂടും വെയിറ്റും കൂടെ കയറ്റി വയ്ക്കാം. ഇത് നമ്മൾ ഗ്യാസിൽ വയ്ക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇത്ര ബുദ്ധിമുട്ട്. അടുപ്പിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ കനൽ കിട്ടുമല്ലോ, അടുത്ത് തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ നിന്നാവട്ടെ. നമുക്കിനി സലാഡ് ഉണ്ടാക്കാം. നമ്മുടെ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിന് കൂട്ടത്തിൽ തന്നെ 2 മുട്ടയും കൂടെ വേവിച്ചിട്ടോ. ഇനി നമുക്കിതൊന്ന് എടുത്ത് നോക്കിയാലോ, തുറന്ന് നോക്കിയാലോ. ഞാൻ ഇളക്കി നോക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് കൂടെ ഒഴിക്കാം. കുറച്ച് നമുക്ക് ഒന്നും കൂടെ ദമ്മാക്കി വയ്ക്കാം. അടച്ച് ദമ്മാക്കാം. അപ്പോൾ നമുക്കിതൊന്നും കൂടെ തുറന്ന് നോക്കാം.
ഒന്ന് ഇളക്കിയാലോ. അപ്പോൾ നമ്മുടെ ബിരിയാണി സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ.